ഓക്കെ, സോ സാംസങ് ഗാലക്സി M52 5G എന്ന ഈ ഒരു ഫോൺ ഉണ്ടല്ലോ, ഈ ഒരു ഫോൺ ഭയങ്കര ഇൻ ഡിമാൻഡ് ഹോട്ട് ഫോൺ ആണെന്ന് തോന്നുന്നു. കാരണം നിങ്ങളിൽ പലരും ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, സാംസങ് ഗാലക്സി M52 അൺബോക്സിംഗ് വേണം, അതിൻ്റെ ഫസ്റ്റ് ലുക്ക് കാണാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാനിതിൻ്റെ ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് നോർമൽ സാംസങ്ങിൻ്റെ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഒബ്വിയസ്ലി ഫോൺ ഉണ്ട്, അതിനോടൊപ്പം തന്നെ 15 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. USB Type-C ചാർജിങ് കേബിൾ വരുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഫൈനലി സിം ഇജക്ടർ പിൻ. സോ ഇതാണ് സാംസങ് ഗാലക്സി M52 5G ഫോൺ. ഈ ഒരു ഫോൺ കയ്യിലെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ഫീൽ ആയിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാണ് സാംസങ് ഗാലക്സി M51, അതായത് ഇതിൻ്റെ കഴിഞ്ഞ വേർഷൻ. സോ പുതിയ വെർഷനിൽ ഡിസൈൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ തിക്നെസ്. വളരെ സ്ലിം ഫോണാണ്. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ സ്ലിം ഫോൺസ് ഒരുപാട് വരാറില്ല കേട്ടോ. സോ ഇതിൻ്റെ തിക്നെസ് 7.4 mm ആണ്. സോ തീർച്ചയായിട്ടും വളരെ വളരെ തിൻ ഫോണാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 172 ഗ്രാമാണ്. സോ M51 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 40 ഗ്രാം ലൈറ്ററാണ്. ഫോണിൻ്റെ വെയ്റ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 40 grams വലിയൊരു കണക്കാണ്. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസൈൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബാറ്ററി സൈസ് അവർ കുറച്ചിട്ടുണ്ട്. ഇവിടെ 7000 mAh ആയിരുന്നു, ഇവിടെ 5000 mAh ആണ്. സ്റ്റിൽ 5000 mAh ആയിട്ടും ഇത്രയും സ്ലിമ്മും ഇത്രയും ലൈറ്റ് വെയ്റ്റ് ഫോൺ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സോ തീർച്ചയായിട്ടും നമ്മളത് എടുത്ത് പറയണം. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് ബാക്കിൽ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് ബാക്കും പിന്നെ ഇതിൻ്റെ സൈഡിലും. ആ ഒരു ബിൽഡ് നോർമൽ സാംസങ്ങിൻ്റെ M സീരീസ് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് കൊടുക്കാമായിരുന്നു, വീണ്ടും ആ ഒരു ഗ്ലോസി ഫിനിഷാണ്, ഷൈനി ഫിനിഷാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും കവർ ഇട്ട് യൂസ് ചെയ്യുക. കവർ ഇടുകയാണെങ്കിൽ പിന്നെ എന്തായാലും ഇറ്റ് ഡസ് നോട്ട് മാറ്റർ, മാറ്റാണോ എന്തായാലും മിക്കവരും കവർ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വോണ്ട് മാറ്റർ. നമ്മുടെ കയ്യിലുള്ള ഓപ്ഷനാണ് ബ്ലേസിംഗ് ബ്ലാക്ക്, മറ്റൊരു ഓപ്ഷൻ ഉണ്ട് IC ബ്ലൂ. സോ ബേസിക്കലി ബ്ലാക്ക് ആൻഡ് ബ്ലൂ വേരിയൻസ് ആണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. സോ മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്, റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആൻഡ് വോളിയം റോക്കർ, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ഉണ്ട്, ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്, USB Type-C സ്ലോട്ട് ആൻഡ് മൈക്ക്. സോ ഇതാണ് ബേസിക്കലി പോർട്സ് ആൻഡ് ബട്ടൺസ്. ഒരു സാംസങ് ഫോണിൻ്റെ സൂപ്പർ ആംബ്ലഡ് ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്, ദാറ്റ്സ് ഫോർ ഷ്യൂർ. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല വൈബ്രൻറ്റ് ആ ഒരു സംഭവം ഉണ്ടല്ലോ സൂപ്പർ ആംബ്ലഡ് ഡിസ്പ്ലേൻ്റെ ഒരു സംഭവം. ഡീപ്പ് ബ്ലാക്സ്, കോൺട്രാസ്റ്റ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. വളരെ നല്ല വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ടും തിരിച്ച് നോക്കിയാലും ഡാർക്കനിങ് ബ്ലാക്കനിങ് ഒന്നും നടക്കുന്നില്ല. 120 Hz സൂപ്പർ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്, അതും വളരെ സ്മൂത്ത്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്പ്ലേൻ്റെ റെസൊല്യൂഷൻ ഫുൾ HD+ ആണ്. അതിനോടൊപ്പം തന്നെ ബെസലിൻ്റെ ഒരു തിക്നെസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കനം കുറഞ്ഞ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് ആണെങ്കിലും ടോപ്പ് റൈറ്റ് എല്ലാം തിന്നാണ്. ഈവൻ ബോട്ടം ബെസൽ ഈസ് ബിലോ ആവറേജ് തിക്നെസ്. സോ തീർച്ചയായിട്ടും നല്ലൊരു വൈഡ് വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഈ ഫോൺ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷനോടെയാണ് വരുന്നത്. സോ തീർച്ചയായിട്ടും OTT പ്ലാറ്റ്ഫോംസ്, അതായത് ആമസോൺ ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഫുൾ HD കണ്ടൻറ്റ് ആസ്വദിക്കാൻ കഴിയും. ഈ M52 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB 128GB ആൻഡ് 8GB 128GB. LPDDR4X RAM ആണ് കൊടുത്തിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജും വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. പല റൂമേഴ്സും വരുന്നുണ്ടായിരുന്നു ഈ ഫോണിൽ eMMC സ്റ്റോറേജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, UFS 2.1 സ്റ്റോറേജ് ഉണ്ട്. ഞാനതിൻ്റെ സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. സോ UFS 2.1 സ്റ്റോറേജിൻ്റെ സ്പീഡ് കിട്ടുന്നുണ്ട്. സോ അതിവിടെ ഉണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സ്റ്റോറേജ് കൂട്ടാനുള്ള പ്രൊവിഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പല ഫോൺസിൽ ഇപ്പോൾ കാണാറുണ്ടല്ലോ ഈ എക്സ്ട്രാ റാമിൻ്റെ ഫീച്ചർ. ആ ഒരു ഫീച്ചർ ഇപ്പോൾ സാംസങ്ങിലും വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വെർച്വൽ റാമിൻ്റെ ഫീച്ചർ. സാംസങ്ങിൽ ഇതിൻ്റെ പേര് RAM+ എന്നാണ്. ഇവിടെ 4GB എക്സ്ട്രാ വെർച്വൽ റാമിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾ 6GB വാങ്ങുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 10GB. 8GB ആണെങ്കിൽ 12GB കിട്ടും ടോട്ടൽ റാം ഇൻക്ലൂഡിങ് വെർച്വൽ റാം. ഈ ഫോണിൽ വരുന്ന ചിപ്സെറ്റ് ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും ഹോട്ടായി നിൽക്കുന്ന ചിപ്സെറ്റാണ്. വരുന്ന മിക്ക എല്ലാ ഫോൺസിലും ഈ ഒരു ചിപ്സെറ്റാണ്. അതാണ് Qualcomm Snapdragon 778G ചിപ്സെറ്റ്. 6 nm ഒക്ടാ കോർ ചിപ്സെറ്റാണ്. 2.4 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. ഞാൻ AnTuTu ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. 4.5 lakh ആണ് കിട്ടുന്നത്. ഞാൻ കുറച്ചും കൂടി കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാ ബ്രാൻഡുകളും ചിപ്സെറ്റുകൾ വേറെ രീതിയിലാണ് ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. സോ ഇതേ ചിപ്സെറ്റ് മറ്റൊരു ഫോണിൽ ചിലപ്പം 5.6 lakh ഒക്കെ കിട്ടും. സ്റ്റിൽ 4.5 lakh ഈസ് മോർ ദാൻ എനഫ്. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ചെറിയ രീതിയിൽ അവിടെ ഇവിടെ സ്റ്റട്ടേഴ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ സാംസങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്കും അതും സ്മൂത്തായി. സോ വളരെ നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് തരുന്നത്. പിന്നെ 120 Hz ഒക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്.
സ്നാപ്ഡ്രാഗൺ 778G 120Hz വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്. സോ ഇവിടെയും ആ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഫോണിൽ BGMI കളിച്ച് നോക്കിയിരുന്നു. മാക്സിമം സെറ്റിങ്സ് സ്മൂത്ത് ആൻഡ് എക്സ്ട്രീം ആണ് എന്ന് പറയുകയാണെങ്കിൽ FPS പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്മൂത്തിൽ എക്സ്ട്രീം കിട്ടുന്നുണ്ട്, 60 FPS കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാം സെറ്റിങ്സിൽ അൾട്രയാണ്. സോ ദാറ്റ്സ് ദെയർ. മിക്ക ഫോൺസിൽ അങ്ങനെയാണ്. 778G ഉള്ള മിക്ക ഫോൺസിലും ആ സെറ്റിങ്സ് ആണ് കിട്ടുന്നത്. സ്മൂത്ത് ആൻഡ് എക്സ്ട്രീമിൽ ഞാൻ കളിച്ച് നോക്കിയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നല്ല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാനോക്കിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നല്ല ഹോട്ട്സ്പോട്ടാണ്, ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ BGMIയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, അപ്പോൾ ചെറിയ രീതിയിൽ ഫ്രെയിം ഡ്രോപ്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഫോൺ ആ ലെവലുള്ള പെർഫോമൻസിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് അല്ല. ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ വേറെ അതിലാണ്. എനിക്ക് ചില ഫ്രെയിം ഡ്രോപ്സേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ടെസ്റ്റൊക്കെ ചെയ്യണം. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് BGMI പെർഫോമൻസ് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, 11 5G ബാൻഡ്സ് കിട്ടുന്നുണ്ട്. സോ 5Gൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഈ ഒരു ഫോൺ ഫ്യൂച്ചർ പ്രൂഫ് ആണ്, ഫ്യൂച്ചർ സേഫ് ആണ്. പല കമ്പനികളും 2 അല്ലെങ്കിൽ 4 ബാൻഡ്സ് ആണ് തരുന്നത്. ഇവിടെ 11 ബാൻഡ്സ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടും. 5G വന്നതിന് ശേഷം, അത് എപ്പോഴാണ് വരുന്നത് എനിക്കറിയില്ല, പക്ഷേ അത് വന്നതിന് ശേഷം നിങ്ങൾ ഈ ഫോൺ കൊണ്ട് എവിടെ ചെന്നാലും നിങ്ങൾക്ക് എന്തായാലും നെറ്റ്വർക്ക് കിട്ടും. ദാറ്റ്സ് ഫോർ ഷ്യൂർ. ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 വരുന്നുണ്ട് വിത്ത് One UI 3.1. അതായത് പ്രോപ്പർ One UI ആണ്. നമ്മുടെ പഴയ M51ൽ One UI 3.1 കോർ ആയിരുന്നു. ഇവിടെ പ്രോപ്പർ One UI വരുന്നുണ്ട്. സോ അതിൽ കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ വരും. ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ് നോക്ക് സെക്യൂരിറ്റി, അതായത് കർണൽ ലെവലിലുള്ള നോക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ കോമ്പിനേഷൻ. സോ സെക്യൂരിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, പ്രൈവസിയുടെ പോയിന്റ് ഓഫ് വ്യൂ ദെർ വോണ്ട് ബി എനി ഇഷ്യൂ. പിന്നെ സാംസങ്ങിൻ്റെ One UI ആയതുകൊണ്ട് അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് എടുത്ത് കളയാൻ പറ്റും. സ്റ്റിൽ നോർമലി സാംസങ് ഫോൺസിൽ ബ്ലോട്ട്വെയർസ് വരാറുണ്ട്, ഇവിടെയും ഉണ്ട്. നെക്സ്റ്റ് ആണ് ഇവിടെ ആ ഒരു സെക്യൂർ ഫോൾഡറുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സെക്യൂർ ഫോൾഡേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു Alt Z ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അതും ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ NFC-ൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സാംസങ് പേയും യൂസ് ചെയ്യാം. സോ നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ അതിവിടെ പ്രശ്നം വരില്ല, സാംസങ് പേയും യൂസ് ചെയ്യാൻ പറ്റും. സോ ഓൾമോസ്റ്റ് A സീരീസിൻ്റെ മിക്ക എല്ലാ ഫീച്ചേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും M സീരീസ് ആണെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. സോ 64 + 12 + 5. സാംസങ് M52 നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. സ്പെഷ്യലി സ്കിൻ ടോൺസ് ഒക്കെ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആണ്, നല്ല സ്കിൻ ടോൺസ് ആണ് കിട്ടുന്നത്. സാംസങ്ങിൻ്റെ ഓപ്റ്റിമൈസേഷനിൽ കളേഴ്സ് ഒക്കെ കുറച്ചും കൂടി വൈബ്രൻ്റ് ആണ്, പോപ്പിംഗ് കളേഴ്സ് ആണ് വരുന്നത്. സ്റ്റിൽ അത് ഐ പ്ലീസിങ് ആണ്, അങ്ങനെ ഓവർ സാച്ചുറേറ്റഡ് ഒന്നുമില്ല. ഐ പ്ലീസിങ് പോപ്പിംഗ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. അത് പച്ചപ്പാണെങ്കിലും സ്കൈൻ്റെ ബ്ലൂ ആണെങ്കിലും ലേശം വൈബ്രൻറ്റ് കളേഴ്സ് ആണ് കിട്ടുന്നത്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് കിട്ടുന്നുണ്ട്. അൾട്രാവൈഡിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. സ്പെഷ്യലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ബാക്കി കമ്പനികൾ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ആണ് തരുന്നത്. സാംസങ് ഇവിടെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ആണ് തന്നിരിക്കുന്നത്. സോ ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്. അങ്ങനെ മങ്ങിയ അൾട്രാവൈഡ് ഫോട്ടോസ് അല്ല, നല്ല കളർഫുൾ വൈബ്രൻറ്റ് അൾട്രാവൈഡ് ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. മാക്രോ ഫോട്ടോസും നല്ലതാണ്. കുറച്ചും കൂടി അടുത്ത് പോയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ സിനിമാറ്റിക് മാക്രോ ഫോട്ടോസ് കിട്ടിയതിന്. സ്റ്റിൽ മാക്രോ ഫോട്ടോ ക്വാളിറ്റി ഈസ് ഗുഡ്. 4K at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഞാൻ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഇമേജ് ആൻഡ് വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ല വീഡിയോസ് ആണ് കിട്ടുന്നത്, എക്സ്പോഷറൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല, നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു വീഡിയോ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ട്. EIS അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ ഓപ്ഷനാണ് കിട്ടുന്നത്. അത് 4Kയിൽ ഇല്ല കേട്ടോ. സോ 4Kയിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല. 1080pയിലുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. സൈഡിലൊക്കെ ചെറിയൊരു ജിറ്റർനെസ് വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ നൈറ്റ് ഫോട്ടോഗ്രാഫി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതായത് കുറച്ചും കൂടി ക്ലാരിറ്റിയും ഷാർപ്നെസ്സും വേണ്ടിയിരുന്നു. ഫോണിൻ്റെ സെൽഫി ക്യാമറ പെർഫോമൻസും നല്ലതാണ്, നല്ല സ്കിൻ ടോൺസ് ഒക്കെ വരുന്നുണ്ട്, നോ ഇഷ്യൂസ്. എനിവേ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ബാക്കി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും താഴെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നെക്സ്റ്റ് ഈ ഫോണിൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. സോ അവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ, M51ൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടായിരുന്നു, ഇവിടെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ, അതായത് ഈ ഫോണിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് 25K to 30K ആണ്. ആ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരുപാട് കമ്പനികൾ ഹെഡ്ഫോൺ ജാക്ക് ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കമ്പനികൾ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. സാംസങ് തിരിച്ച് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. സാംസങ്ങിൻ്റെ ആക്ച്വലി A സീരീസ് ഫോൺസിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. സോ അക്കാര്യം ഓർക്കണം. പിന്നെ ഇതിൽ ബോട്ടം ഫയറിംഗ് സിംഗിൾ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് കൊടുക്കേണ്ടതായിരുന്നു, ഇവിടെ അത് വന്നിട്ടില്ല. സൗണ്ടിൻ്റെ ക്വാളിറ്റിയിൽ ഇഷ്യൂ ഒന്നുമില്ല, പക്ഷേ വോളിയം ഡീസൻറ്റ് ഓക്കെ ലെവൽ വോളിയമാണ് വരുന്നത്. ഞാൻ എന്തായാലും കേൾപ്പിച്ചു തരാം. $5000 mAh ബാറ്ററിയാണ് വരുന്നത്.
15 വാട്ടിൻ്റെ ചാർജറാണ് ബോക്സിൽ വരുന്നത്. 25 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാംസങ് അങ്ങനെയാണ് ചെയ്യുന്നത്. 25 വാട്ടിൻ്റെ സപ്പോർട്ടുണ്ട്, പക്ഷേ ബോക്സിൽ 15 മാത്രമേ കിട്ടുന്നുള്ളൂ. 25 കൊടുക്കാൻ വേണമെങ്കിൽ സാംസങ്ങിന്. എനിവേ ദാറ്റ്സ് ദെയർ ഡിസിഷൻ. പവർ ബട്ടൻ്റെ മേളിലുള്ള സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്, ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. അതേ രീതിയിൽ ഫേസ് അൺലോക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്. കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് പേർക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നു, ഞാൻ വീഡിയോ കാണിച്ചു തരാം. ആ ഒരു പ്ലസ് സൈൻ ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥമാണ് കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്യുവൽ 4G ഡ്യുവൽ 5G രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ കോളിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ട്, ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാർ വാല്യൂ ഇസ് അണ്ടർ ലിമിറ്റ്. സോ ഈ ഫോണിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് ആണ് 25,999. അതായത് ആമസോണിലുള്ള പ്രൈസ്, ഈവൻ Samsung.com എക്സാക്ട്ലി സെയിം പ്രൈസ് ആണ്. 6GB 128GB പ്രൈസ് ആണ് 25,999. 8GB 128GB പ്രൈസ് ആണ് 27,999. പിന്നെ ഇപ്പം ഓഫറൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെയിറ്റ് 1,000 rupees കൂപ്പൺ ഡിസ്കൗണ്ട് ഉണ്ട് ആമസോണിൽ. അതിൻ്റെ മേളിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓഫറും വരുന്നുണ്ട്. സോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1,500 rupees ഇനിയും കുറയും. സോ ഫൈനൽ പ്രൈസ് ആയിരിക്കും 23,499. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വളരെ നല്ലൊരു ഫോണായിരിക്കും സാംസങ് ഗാലക്സി M52 തീർച്ചയായിട്ടും. സോ നിങ്ങൾ ഈ ഒരു ഫോൺ മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മേടിക്കാം, കാരണം ഇപ്പം പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്. പിന്നീട് പ്രൈസ് കൂടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നോ. സോ ഇപ്പം പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ് ഈ ആമസോണിൻ്റെ സെയിലൊക്കെ ആയതുകൊണ്ട്. സോ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം മേടിക്കാം. ഈ ഫോണിൻ്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.